ഈ ലോകത്ത് ഒന്നും തന്നെ ഡയറക്റ്റ് ചെയ്തതായി എവിടെയും ചരിത്രത്തിൽ കാണുന്നില്ല. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും അല്ലാഹു ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടാണുള്ളത്. ഇപ്പൊ നമ്മൾ മദ്രസയിലെ 10 മലായികത്തിനെ കുറിച്ച് പറയും, അവരുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ചും പറയും. ഇത് അല്ലാഹുവിന് കഴിയായിട്ടല്ല. നമ്മുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം റൂഹ് ഇടാൻ വേണ്ടി അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിക്കും. അത് അല്ലാഹുവിന് കഴിയായിട്ടല്ല. ഇങ്ങനെ ഓരോന്ന് നമ്മളുടെ സെക്കൻഡുകൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ഓരോ സംഗതിക്ക് അല്ലാഹു ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഈ ലോകത്തിന്റെ ഈ വ്യത്യസ്തമായ ഘടനകൾ, നമ്മൾ കാണുന്ന ഈ പ്രാപഞ്ചിക ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ വേണ്ടി, ഈ ലോകത്ത് സഹായങ്ങൾ തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്ത് നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നത് അള്ളാഹു ഒരു മഹാനിലൂടെ ഈ ലോകത്ത് ഇറക്കിയിട്ട് ആ മഹാനിൽ നിന്നാണ് ഇതൊക്കെ വിളംബരം ചെയ്യുന്നത്. അവിടെയാണ് ലോകത്ത് ഇതിന്റെ മഹാന്മാരുടെ ഗ്രേഡുകൾ, കുത്തുബ്, ഗൗസ്, അതുപോലെ അബ്ദാല്, നുജബാല്, നുഖബാല് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകൾ ഇവർക്ക് ഇട്ടുകൊടുക്കാനുള്ള കാരണം. പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടി നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയുടെ ഡ്യൂട്ടി അത് വ്യത്യസ്തമാണ്. മറ്റ് മന്ത്രിമാര് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ വ്യത്യസ്തമായിട്ട് പ്രത്യക്ഷ ലോകത്തിൽ ഉണ്ടെങ്കിൽ, ആത്മീയ ലോകത്തും ഈ ലോകങ്ങളെ നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിൽ അല്ലാഹു ഔലിയാക്കളെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ നമ്മളുടെ മേൽ ബാധ്യതയാണ് ഔലിയാക്കളെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. ഔലിയാക്കളെ വിശ്വസിക്കാത്ത മുഅ്മിനല്ല. ഔലിയാക്കൾ ഉണ്ട് എന്നും അവർക്ക് കറാമത്തുകൾ ഉണ്ട് എന്നും അവർ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും എന്നും പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം അനിവാര്യമാണ്. കാരണം അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറയുന്ന ആ ആയത്തിലൂടെ ഔലിയാക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അവരെ വിശ്വസിക്കൽ നിർബന്ധമാണ്. അവരെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അവരെ തേടി കണ്ടെത്തുക എന്നുള്ളതാണ് ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളുടെ ഡ്യൂട്ടി. കാരണം ലോകത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് മസ്ജിദുൽ നബവിയിലെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ നസ്നഉ ഇദാ ജാഅനാ അംറുൻ ലം നജിദഹു ഫീ കിതാബില്ലാഹി വ സുന്നത്തി റസൂലി. മുത്തനബിയെ, ഞങ്ങൾ ഖുർആൻ പരതി നോക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങയുടെ തിരുസുന്നത്താകുന്ന ഹദീസുകൾ പരതി നോക്കിയിട്ട് എത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നാൽ, ഞങ്ങൾ അതിനുള്ള പ്രശ്ന പരിഹാരം ഖുർആനിൽ നോക്കിയിട്ട് കാണുന്നില്ല, ആ പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ ഹദീസുകൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇങ്ങനെ വരുന്നാണ് ഇതിന്റെ അർത്ഥം. സഹാബത്ത് ചോദിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം ലോകത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് അവിടുന്ന് മറുപടിയായി പറഞ്ഞത്, സലുസ്വാലിഹീന വജഅലു ശൂറാ ബൈനഹും സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക, അവരെ നിങ്ങൾ ഒരു മുശാവറ മെമ്പറാക്കുക. എന്നിട്ട് വലാ തഖ്ദു ഫീഹി അംറൻ ദൂനഹും, അവരില്ലാതെ അങ്ങനത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നടപ്പിൽ വരുത്താൻ പാടില്ല. നടപ്പിൽ വരുത്തിയാൽ ആ പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കപ്പെടുകയില്ല. കണ്ടോ? ഇത് ഖുത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന സൂഫി ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ സൂഫി ഗ്രന്ഥമാണ് ഖുത്തുൽ ഖുലൂബ്. ആ പറയുന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തിന്റെ ഇടയിലും ഉണ്ടായ സംഭവം എടുത്തുദ്ധരിക്കുന്നതായി കാണാം. അപ്പൊ മഹാന്മാരില്ലാതെ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു കാര്യം ലോകത്തുണ്ടായാൽ, അല്ലെങ്കിൽ അതിനൊരു പ്രശ്നപരിഹാരം ഖുർആൻ നോക്കിയിട്ടോ ഹദീസ് നോക്കിയിട്ടോ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ,
എന്ത് ചെയ്യണം എന്നുള്ള സ്വഹാബത്തിന്റെ ആശങ്കക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടിയായി പറഞ്ഞു കൊടുക്കുകയാണ്, അത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ മതി, അവരിൽ നിന്ന് അതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ടാകും. ഇതുകൊണ്ടല്ലേ ലോകത്തറിയപ്പെട്ട മഹാന്മാര് മുഴുവനും ജീവിച്ചിരിക്കുന്ന ഒരു മഹാന്റെ അടുക്കൽ പോയിരുന്ന് ഇൽമ കരസ്ഥമാക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആരടക്കം ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിനെ പോലത്തെ 4 മദ്ഹബിന്റെ ഇമാമുകളും അവർക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ, അല്ലെങ്കിൽ അവരെ ഹദീസ് നോക്കിയിട്ട് അതിൽ നിന്നൊരു മസ്അല പുറപ്പെടുവിക്കാൻ പറ്റാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഹദീസ് പരിധിയിട്ട് ഈ ഹദീസിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞാൽ അവര് നേരെ ഓടിച്ചെന്നിരുന്നത് ആ കാലഘട്ടത്തിലെ മഹാന്മാരുടെ അടുക്കലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശൈബാനി റായിയുടെ അടുത്തേക്ക് പോകും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബലി ശൈബാനി, അബൂ ഹംസത്തു സൂഫി എന്ന് പറയുന്ന സൂഫി വലിയന്റെ അടുത്തിൽ പോകും. അവരടുത്ത് പോയിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞുതരുമോ എന്ന് ചോദിക്കും. അവരെന്ത് ചെയ്യും? അതിനുള്ള പരിഹാരം അപ്പടി നൽകുമായിരുന്നു. ഇത് മഹാന്മാരെ സർവസിച്ചവർക്കൊക്കെ അറിയാം. മഹാന്മാരുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരാള് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു മഹാന്റെ അടുത്ത് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാകും. അത് ദുന്യവിയായ പരിഹാരമാണെങ്കിലും ഉഖറവിയായ പരിഹാരമാണെങ്കിലും ദീനിയായ പരിഹാരമാണെങ്കിലും ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരുണ്ട് എന്ന് വിശ്വസിക്കുകയും അവരെ തേടി കണ്ടെത്തുകയും ചെയ്യണം എന്ന് മഹാരഥന്മാർ എഴുതാനുണ്ടായ കാരണവും പഠിക്കാനുണ്ടായ കാരണവും. കാരണം മഹാന്മാരുടെ ഇൽമു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കിതാബുകളിൽ നിന്നും സുന്നത്തുകളിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല. അങ്ങനെ മനസ്സിലാകും. കിതാബുകളിൽ നിന്നും സുന്നത്തുകളിൽ നിന്നും മാത്രം ലഭിക്കുന്നതല്ല. കാരണം അവർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ ഇൽമുകൾ അവർ എല്ലാ സമയത്തും കരസ്ഥമാക്കുന്നവരാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള മഹാന്മാരെടുത്തു നിന്ന് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അൽ അബ്ദാലു ഫീ ഉമ്മത്തി സലാസൂന, എന്റെ ഉമ്മത്തിൽ അബ്ദാലി എന്ന ഗ്രേഡുള്ള ഔലിയാക്കൾ 30 ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. അബ്ദാലി എന്ന് പറയുന്ന ഗ്രേഡുള്ള ആളുകൾ, നമ്മൾ ഇവരെ കുറിച്ച് കുത്തുബ് എന്ന് പറയലുണ്ട് അല്ലെ. ഒരു മഹാനെ കുറിച്ച് എപ്പോഴാ കുത്തുബ് എന്ന് പറയാ? ഒരു മഹാനെ കുറിച്ച് എപ്പോഴാ അബ്ദാലി എന്ന് പറയാ? എപ്പോഴാണ് ഒരാൾ കുത്തുബ് എന്ന് പറയുന്ന പദവിയിൽ എത്തുക എന്നൊക്കെ നമ്മള് അനൗൺസിലും അതുപോലെ തന്നെ നോട്ടീസിലും ഒക്കെ നമ്മൾ കുത്തുബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇത് എപ്പോഴാണ് നമ്മൾ പറയുക അല്ലെ? ഈ എപ്പോഴാണ് ഒരാൾ കുത്തുബായി മാറുക? കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം ഒരാൾക്ക് വെറുതെ കൊടുക്കുന്നതാണോ? ഇത് വെറുതെ അങ്ങോട്ട് ഇടുന്നതാണോ? അല്ല, അതിനൊക്കെ ഓരോ പദവികളുണ്ട്. ബഹുമാനപ്പെട്ട കുന്നത്തേരി ശൈഖുനായുടെ തൗഹീദ് മാല എന്ന് പറഞ്ഞിട്ട് ഒരു മാലയുണ്ട്. ആ മാലയില് എന്ത് ചെയ്യാ, ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കുത്തുബ് എന്ന് പറയുന്ന ഡിഗ്രി ഒരാൾക്ക് എപ്പോഴാ കിട്ടുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കാണാം, മണിമക്കത്തവതരിച്ചവസാന നബിയായ മഹാത്മാവിൻ ഖിലാഫത്ത് വഹിത്തിടുമേ, അപ്പോൾ ബശരിയ സിഫാതാകെ കരിന്തിടുമേ, തണി ചെയ്യും മഖാമീദിൽ നുബുവത്തിൻ അസ്റാർ, സകലതും നിറൈതിടും ലുഹൂരിയത്ത്, ഇല്ലാത്ത ദീനാലെ നബി എന്നുള്ള ഇസ്മോടിത്ത്, പദവി പെറ്റ് ഇന്ദേ മഖാമിൽ കാമിൽ എന്നും അത് പൊൽക്കുമ്മൽ എന്നും മക്മലെന്നും അസ്മാ ഇശംബും മഖാമാത്ത് പലതുണ്ടിന്നും, പദവി പെറ്റ് ഈ മഖാമിൽ വജൂദിന്റെ ഫലക്കുകൾ ആകെയും അവരിൽ ദൗറ, നമ്മൾ പറയും കുതൂബെന്ന മഹിമ പേരാ. മഹാന്മാരുടെ ലോകം വിശദീകരിച്ച സ്ഥലത്ത് ഒരാൾക്ക് കുത്തുബ് എന്ന് പറയുന്നത് എപ്പോഴാണ്?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖിലാഫത്ത് അതേപടി നിലനിർത്തിക്കൊണ്ട് പോന്നിട്ട് ഈ ലോകത്തുള്ള ഗോളങ്ങൾ മുഴുവനും ഇവനിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ വരുന്ന സന്ദർഭത്തിലാണ് ഒരാൾക്ക് കുത്തുബ് എന്ന് പറയുന്നത്. അപ്പൊ ലോകം ഇവിടെ ഇരുന്നവര് നിയന്ത്രിക്കും, ലോകം ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കും. അപ്പൊ ലോകത്തോട് അവര് വിളിച്ചു പറയും, എല്ലാറ്റിനും മേലെ അർശിങ്കൽ ചെന്നോവർ. മറ്റൊരു സ്ഥലത്ത് പറയും, എന്റെ കണ്ണെപ്പോഴും അർശില്ലതെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. മറ്റൊരു സ്ഥലത്ത് പറയും, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ. ഇത് കുത്തുബ് എന്ന് പറയുന്ന ലോകം മുഴുവനും ഈ ഒരു മനുഷ്യനിലൂടെ നിയന്ത്രിതാതീതമായി വരുന്ന സന്ദർഭത്തിൽ അവര് പറയും, എന്നിലൂടെയാണ് ഈ ലോകം കറങ്ങുന്നത്, ലോകത്തുള്ള സകലമാന വസ്തുക്കളും എനിക്കറിയാം. ഇവിടെ ഇരുന്നു കൊണ്ട് അവർ അപ്പുറത്തുള്ള കാര്യം വിളിച്ചു പറയും, ഇവിടെ ഇരുന്നു കൊണ്ട് അവർ ഗൾഫ് രാജ്യങ്ങളിലുള്ള കാര്യങ്ങളിൽ ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ ഈ സന്ദർഭത്തിലാണ് അവർക്ക് കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനപ്പേര് നൽകപ്പെടുന്നത്. അല്ലാതെ വെറുതെ കൊടുക്കുന്നതല്ല കുത്തുബ് എന്നുള്ളത്. ഇവരുടെ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിലെ ആ സംഭവ വികാസങ്ങളിൽ അവരെ അടുത്തറിഞ്ഞ, അവരെ അനുഭവിച്ചറിഞ്ഞ അവിടുത്തെ ശിഷ്യഗണങ്ങളോട് ചോദിച്ചാൽ ലോകത്തുള്ള കാര്യങ്ങൾ ഈ ലോകത്തിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് അവർ വിളിച്ചു പറഞ്ഞതായിട്ട് അവരുടെ ചരിത്രത്തിൽ കാണാം. ഇവിടെയാണ് കുത്തുബ് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്, അല്ലേ? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ അബ്ദാൽ എന്ന് പറയുന്ന ഡിഗ്രിയുള്ള 30 ആളുകൾ ഉണ്ടാകും. ബിഹിം തഖൂമുൽ അർദു ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവരെ കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. ബിഹിം തഖൂമുൽ അർദു, അവരെ കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്. വബിഹിം തുംതറൂന, അവരെ കാരണമായിട്ടാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. അപ്പൊ അവരെ എതിർക്കാൻ നടന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കിട്ടുമോ? അവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങോ? ഇല്ല, അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടും, അതൊക്കെ ഇല്ലാതാക്കപ്പെടും. കേട്ടോ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. അവരിലൂടെയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് സഹായങ്ങൾ ഇറക്കുന്നത്, അവരിലൂടെയാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത്, അവരിലൂടെയാണ് ഈ ലോകത്ത് സസ്യലതാദികൾ മുളക്കുന്നത്, ഈ ലോകത്തുള്ള സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത് മഹാന്മാരിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മഹാന്മാരോട് കൂടെ നിന്നൊടുക്കുക, അതാ നമ്മുടെ ഡ്യൂട്ടി. മഹാന്മാരുണ്ടാക്കിയാൽ ആരുണ്ടാക്കിക്കോളും? പഠിച്ചുണ്ടാക്കിക്കോളും. കണ്ടോ, നമ്മുടെ ഡ്യൂട്ടി. ഖുർആൻ പറഞ്ഞു, വകൂനൂ, നിങ്ങളാകേണ്ടത് മഅസ്സാദിഖീന, മഹാന്മാരോട് കൂടെ നിന്നൊടുക്കുക. മഹാന്മാരെ ആരുണ്ടാക്കിക്കോളും? അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അത് കണ്ടെത്തി അവരോട് കൂടെ നിന്നൊടുക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. അവിടെയാണ് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറയുന്ന ഒരു തേട്ടം നമ്മളോടുണ്ട്. ഖുർആൻ നമ്മളോട് തേടി, നിങ്ങൾ തഖ്വയോടുകൂടെ ജീവിക്കണോ, നിങ്ങൾക്ക് നല്ല ഭയഭക്തിയോടുകൂടെ ജീവിക്കണോ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വസീല, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ ഒരു മധ്യവർത്തിയെ നിങ്ങൾ തേടി കണ്ടെത്തണം. ഖുർആൻ പറഞ്ഞു. അത് തേടി കണ്ടെത്തിയിട്ടുണ്ടോ? മഹാനായ ഇബ്നു അജീബത്തുൽ ഹസനി എന്ന് പറയുന്ന ലോകത്ത് അറിയപ്പെട്ട സൂഫി വര്യൻ, അല്ലേ? ഖുർആനിന്റെ വ്യാഖ്യാനം, ആത്മീയ അർത്ഥം മാത്രം 10 വാള്യങ്ങളിൽ എഴുതിയ ബഹറുൽ മദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉടമ, ബഹുമാനപ്പെട്ട ലോകത്ത് അറിയപ്പെട്ട അഖ്താബുൽ അർബഅ എന്നറിയപ്പെട്ട 4 കുത്തുബുകളിൽ പ്രധാനിയായ അബുൽ ഹസൻ ഷാവിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 14ാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഇബ്നു അജീബത്തുൽ ഹസനി മഹാനവറുകള് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ സ്ഥലത്ത് മഹാനവറുകൾ എഴുതി വെച്ചു. ഈ ആയത്തിന്റെ വിശദീകരണത്തില് മഹാനവറുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഖുർആനിലെ ഖബറിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലത്തുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. എന്നാ ഒരു ചോദ്യം കൂടി കണ്ടുട്ടോ, അല്ലാഹുവിനെ അറിയാൻ വേണ്ടി പടച്ചതായ നിങ്ങളെ നിങ്ങളെ പടച്ചതെന്തിനാ? നിങ്ങളെ മുഴുവനും പടച്ചത് നിങ്ങളുടെ രക്ഷിതാവിനെ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാ. അല്ലാഹുവിനെ
ആഗ്രഹം വന്നു ഇന്ന കുറച്ച് ആളുകൾ അറിയണമെന്ന്. അപ്പൊ അള്ളാഹ് ചെയ്ത് കുറച്ച് പടപ്പുകളെ പഠിച്ചു നമ്മളെ പോലത്തെ. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നെ പടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ദുനിയാവിൽ എന്നെ അറിയാൻ വേണ്ടി ഈ ദുനിയാവിൽ ജീവിച്ചോളിട്ടോ. ഇതല്ലേ പടപ്പിന്റെ ഇതല്ലേ പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം? വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അല്ലെ? അള്ളാഹു തോന്നിയവാസിയാണെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അല്ലെ? ഇഷ്ടമുള്ളത് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ആ പച്ചവരാമിൽ തോന്നിയവാസി എന്ന് പറയാം. അവൻ തോന്നിയത് അവന് തോന്നിയത് അവൻ ചെയ്യും. അങ്ങനെ ഖുർആൻ പറഞ്ഞതാ. അതിൽപ്പെട്ട ഒരു സൃഷ്ടിപ്പാണ് എന്ത്? അവൻ അറിയണം. അവൻ ആദ്യം ആരും അറിയാത്തൊരു സാധനമായിരുന്നു. അപ്പൊ അവൻ അറിയണം എന്ന് അവൻ തന്നെ ആഗ്രഹം വന്നപ്പോ അവൻ സൃഷ്ടികളെ പടച്ചു. അപ്പൊ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? ഇനി അവൻ അറിയാന്നുള്ളതാണ്. അല്ലെ? ഈ അവനെ അറിയുക എന്നുള്ളതാണ്. അപ്പോ ഖബറിൽ ഒരു ചോദ്യം കൂടി ഉണ്ടാകും, നിങ്ങൾ അറിയാത്ത എന്താ? നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ അള്ളാഹുവിനെ അറിയാൻ പറ്റിയ ഒരാളെ അറിയിച്ചു തരുന്ന ഒരാളെ നിങ്ങൾ തേടി കണ്ടെത്തിയിരുന്നോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവും. അവിടെ പോയിട്ട് അത് അനുഭവിച്ച് ലോകത്ത് നിന്നിട്ട് സംസാരിക്കുന്നവരാണല്ലോ ഇത്, അല്ലാതെ വെറുതെ എഴുതി വെക്കുന്നതല്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ടാവും എന്ന് എന്ത് ചെയ്യാ? ഇബ്നു അജീബുൽ ഹസനിയെ പോലത്തെ ലോകത്ത് അറിയപ്പെട്ട കുത്തുബുകളിൽപ്പെട്ട മഹാന്മാരൊക്കെ എഴുതി വെച്ചതായിട്ട് എന്ത് ചെയ്യാൻ കാണാം. അതുകൊണ്ട് ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇത് ഗൗരവമുള്ള വിഷയം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഒന്നുകൂടി ഞാൻ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ കാട് കയറി പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരൂല. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയ. എന്താ? എന്റെയും നിങ്ങളുടെയും ആത്മാവ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. തർക്കമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് തർക്കമില്ല. എനിക്കതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഉറപ്പല്ലേ? എന്റെയും നിങ്ങളുടെയും ആത്മാവ് അള്ളാഹിനെ കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ? കാരണം നമ്മളുടെ ആത്മാവിനൊക്കെ എവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്? ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലെ? ആലമുൽ അർവാഹിൽ റബ്ബിന്റെ മുന്നിൽ വെച്ച് നമ്മളുടെ ആത്മാക്കളെ മുഴുവനും അള്ളാഹ് ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന്. ഞാനും നിങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിൽ റബ്ബിനെ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതേ എന്ന്. അല്ലെ? ആ റബ്ബിനെ ഇപ്പോൾ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? ആ ആത്മാവിനെ നമ്മളിലുള്ളത്. റബ്ബിനെ കണ്ട ആത്മാവ് തന്നെയാണ് ആരെടുത്തുള്ളത്? നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉള്ളത്. മാറ്റുണ്ടോ? ഇല്ല. ആ ആത്മാവ് ഭൗതിക ശരീരത്തിൽ ഫിറ്റ് ചെയ്തപ്പോൾ, ഭൗതിക ശരീരവുമായി ആ ആത്മാവ് ഇവിടെ വന്നപ്പോൾ, ഭൗതിക ശരീരത്തിന് ചില മറകളുണ്ട്. എന്താ? ഈ കണ്ണിനൊരു പരിധിയുണ്ട്, അതുവരെ കാണുള്ളൂ, മറന്റെ അപ്പുറത്തേക്ക് കാണൂല. ഈ കാഴ്ചക്ക് ഈ കയ്യിനൊരു പരിധിയുണ്ട്, ഇതുവരെ ഉള്ളത് എത്തിയെടുക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് അവിടെ ഉള്ളത് എനിക്ക് എത്തിയെടുക്കാൻ പറ്റൂല. ഈ കാലിനൊരു പരിധിയുണ്ട്, ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റുള്ളൂ, അപ്പുറത്ത് എടുത്തു വെക്കാൻ പറ്റൂല. ഈ പറയുന്ന വിശേഷണമല്ല ആർക്കുള്ളത്? നമ്മളുടെ ആത്മാവിനുള്ളത്. ആത്മാവിന്റെ വിശേഷണത്തിന് പരിധിയില്ലാതെ അള്ളാഹിന്റെ വിശേഷണം. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ചവരാകണം കേട്ടോ. അപ്പൊ നമ്മളിലുള്ള ആത്മാവിലേക്ക് ആത്മാവിന്റെ പ്രവർത്തനത്തിന് പരിധിയില്ല. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാ? നമ്മളുടെ ഭൗതിക ശരീരം. ഈ ഭൗതിക ശരീരമാണ് തടസ്സമായി നിൽക്കുന്നത്. ഈ കണ്ണുകൊണ്ട് അള്ളാഹിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്, ആത്മാവിന്റെ കണ്ണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കണ്ടവരാണ്.